ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് കോഡുകളെ കുറിച്ച് നോക്കാനുള്ളൊരു വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതുകൂടാതെ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചുവന്നാണ് കിടക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഓർത്തുക. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഓൾന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഒരു ലൈക്ക് താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈക്ക് അമർത്തുക. പിന്നെ തൊട്ട് താഴെ വീഡിയോ കുറിച്ചുള്ള ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് നമ്മളുടെ ഫോണിൽ ഡയൽ പാഡാണ്. നമ്മൾ സാധാരണ ഫോൺ വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നത്തിൽ അത് ഫോണിൻ്റെ പടമുള്ള ചിഹ്നം പച്ച കളറുള്ള അത് അമർത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡയൽ പാഡ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഡയൽ പാഡിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് IMEI നമ്പർ ചെക്ക് ചെയ്യാനുള്ള ഒരു കോഡാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത്. അപ്പോൾ ആ കോഡ് ഏതാണെന്ന് വെച്ചാൽ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് നോക്കാം. *#06# എന്നാണ് IMEI നമ്പർ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫോണിൽ 2 സിം ഉണ്ട്. എൻ്റെ ഫോണിൽ 2 സിം ഉള്ളവരാണ് 2 IMEI നമ്പർ കാണിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ കുറച്ച് കോഡുകൾ, അതായത് കുറച്ച് ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആ വീഡിയോ കാണാം. അപ്പോൾ ഈ IMEI നമ്പറിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ മുകളിൽ നിന്ന് കണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ IMEI നമ്പറിൻ്റെ കോഡ് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത കോഡ് പറയുന്നത് നമ്മളുടെ ഫോണിൽ നമ്മളുടെ വോയിസ് കോളുകൾ വല്ലവർക്കും ഫോർവേഡ് ആയിട്ട് പോയിട്ടുണ്ടോ, അതായത് നമ്മളറിയാതെ നമ്മളുടെ കോളുകൾ മറ്റാർക്കെങ്കിലും നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു കോഡാണ് നമ്മളെടുത്തത് നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. *#21# അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഏത് സിമ്മാണോ, ഞാനിപ്പോൾ ഫസ്റ്റ് സിമ്മാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് സിമ്മാണോ ആ സിം സെലക്ട് ചെയ്യുക. ഒരെണ്ണമാണെങ്കിൽ കുഴപ്പമില്ല, 2 സിമ്മാണെങ്കിൽ 2 സിമ്മിൽ ഇത് എന്തായാലും കമ്പൽസറി ആയിട്ട് നമ്മൾ നോക്കണം, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കൊടുത്തു കഴിയുമ്പോൾ MMI കോഡ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഒരു ഫോണിൽ നിന്ന് ഇൻഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സിമ്മായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ MMI കോഡ് സ്റ്റാർട്ടായി കുറച്ച് സെക്കൻഡ് നമ്മൾ പിടിക്കും ഇത് വരാനായിട്ട്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോൾ ഫോർവേഡിങ് കണക്ഷൻ പ്രോബ്ലം ഇൻവാലിഡ് MMI കോഡ് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ സമയത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ *#21# അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മളുടെ MMI കോഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കോൾ ഫോർവേഡിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. കോൾ ഫോർവേഡിങ് വോയിസ് നോട്ട് ഫോർവേഡ്. ഒരു ഫോർവേഡ് നമ്മളുടെ ഫോണിൽ നിന്ന് ഒരു കോളുകൾ നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ചോർത്താനായിട്ട് നമ്മൾ അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിലെന്തെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളറിയാതെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിൽ ഇഷ്യൂവിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇറേസ് ചെയ്ത് കളയണത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. അപ്പോൾ ഇറേസ് ചെയ്ത് കളയേണ്ടത് ഏത് കോഡ് ഉപയോഗിച്ചാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും #002# എന്നാണ് ഈ സംഭവം. എന്നിട്ട് നമ്മൾ ഏത് സിമ്മാണോ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ MMI കോഡ് സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാണിക്കേണ്ടത് കോൾ ഫോർവേഡിങ് ഇറേസ് ഷുവർ വാസ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോൾ ഫോർവേഡ് ഇറേസ് ആയിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിലവിൽ ആരും നമുക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ല, നമ്മളുടെ കോള് ഫോർവേഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ ഇഷ്ടമായൊന്ന് തൊട്ട് ലെഫ്റ്റ് സൈഡിലൊന്ന് ലൈക്ക് അമർത്തുക. തൊട്ട് താഴെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം. പിന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ട് ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.